തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകില്ലെന്ന് ആദായ നികുതി വകുപ്പ്. കോൺഗ്രസിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയിലാണ് നിലപാട് വ്യക്തമാക്കിയത്. ഇക്കാര്യം സുപ്രീം കോടതി അംഗീകരിച്ചു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്? ഒപ്പം തന്നെ സുപ്രീം കോടതിയുടെ നിലപാട് എന്തൊക്കെയായിരുന്നു? വീണ, ഈ ഹർജി പരിഗണിച്ചത് ജസ്റ്റിസ് നാഗരത്ന അധ്യക്ഷയായിട്ടുള്ള ബെഞ്ചായിരുന്നു. ഈ ഹർജി പരിഗണിച്ചത്, ഈ ഹർജിക്ക് രണ്ട് ഭാഗമാണ്. ഒന്ന് മെയിൻ പോർഷനും രണ്ടാമത്തത് ഇന്ററിം റിലീഫ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഭാഗവും. ഇതിൽ ഇടക്കാല ആശ്വാസം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഭാഗത്തിന്മേൽ ആദ്യം വാദം വേഗത്തിൽ കേൾക്കണം എന്നും ഉത്തരവ് പുറപ്പെടുവിക്കണം എന്നാണ് അഭിഷേക് സിംഗ്വി ഈ കേസിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ആവശ്യപ്പെട്ടത്. ആ ഘട്ടത്തിൽ ആദായ നികുതി വകുപ്പിനെ പ്രതിനിധീകരിച്ച സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയത്, നിലവിലുള്ള സാഹചര്യത്തിൽ ഈ നടപടികൾ ആരംഭിച്ചത്, ഈ കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്ന ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഈ നടപടികൾ ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ്. 2007 ആരംഭിച്ച നടപടികളുടെ തുടർച്ച മാത്രമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. IT ഡിപ്പാർട്ട്മെന്റ് അത് നടത്തുന്ന അസസ്മെന്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികളാണ്. ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയെ ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പോൾ ഈ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഉദാരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാനായിട്ട് തങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പണം വീണ്ടെടുക്കുന്ന നടപടികൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഉണ്ടാകില്ല. അടുത്ത തവണ ഹർജി പരിഗണിക്കുന്നത് വരെയെങ്കിലും ഇത്തരത്തിലുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ഈ നടപടികൾ തങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഇത് കോൺഗ്രസിന് മാത്രമല്ല, മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലാണ് തങ്ങളുടെ സമീപനം എന്നും കോടതി അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ആദായ നികുതി വകുപ്പിന് കൂടുതൽ സമയം ഇതിൽ മറുപടി നൽകാനായിട്ട് അനുവദിച്ചുകൊണ്ട് കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ 3600 കോടി രൂപയുടെ നോട്ടീസ് ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്നത്തെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഇടപെടൽ അത് ഏറ്റവും ആശ്വാസകരമാണ്, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ. വീണ.